ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹോസ്പിറ്റലിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ ജോർജിന് ഈ പ്രതിഷേധക്കാരുടെ മനസ്സും അവരുടെ ആവേശവും ഒന്നും ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവില്ല. കാരണം അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലൂടെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ മന്ത്രിയായ ഒരാളല്ല വീണ ജോർജ് എന്ന് പറയുന്നത്. ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാൻ പോകുന്ന ആളുകളുടെ മനസ്സും അവരുടെ വീര്യത്തിനെ പറ്റിയൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ മാസാവാൻ വേണ്ടിയിട്ട് പ്രതിഷേധക്കാരുടെ ഇടയിലോട്ടൊക്കെ ചെന്ന് കയറുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക. കാരണം ഈ ഇങ്ങനെ തിളച്ചു തുള്ളി നിൽക്കുന്ന യുവാക്കളുടെ മുന്നിലോട്ട് ചെന്ന് ഷോ കാണിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണെന്നൊന്നും അവർക്ക് അന്നേരം ഒരു ധാരണ ഉണ്ടാവില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് കേരളത്തിനും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് നിങ്ങൾ, ആരോഗ്യമന്ത്രിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് കേരളത്തിലുള്ള ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. അപ്പം പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവരൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ വെറും കമ്മ്യൂണിസ്റ്റുകാരുടെ നിലവാരത്തിലോട്ട് വരരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ അവരുടെ നിലവാരം എന്താണെന്നും എങ്ങനെയാണ് ഒരു മന്ത്രിയെ നേരിടേണ്ടതെന്നും മുഖ്യമന്ത്രി നേരിടേണ്ടതെന്നെല്ലാം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മളെ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചും തലയെല്ലാം അടിച്ചു പൊട്ടിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പ്രതിഷേധവും അതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങളും. ആ ഒരു പാതയിലൂടെയാണ് നിങ്ങളും വരാൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ ജനാധിപത്യത്തിനൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കൈകാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ എന്താണ് പറയുന്നത്, അവർ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അല്ലാതെ അവർ വലിയ കാര്യങ്ങളായിട്ടൊന്നും മുന്നോട്ട് വരുന്നില്ല. പ്രതിഷേധം എന്നുള്ള ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളല്ല പറയുന്നത്. അല്ലാതെ പ്രതിപക്ഷം ഒരു ജഡാവസ്ഥയിലാണല്ലേ, മരിച്ചു പോയെന്നൊക്കെ തോന്നുന്നു. കേരളത്തിൽ പ്രതിപക്ഷം ഇല്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ അതൊക്കെ വളരെയധികം അപലപനീയമായ കാര്യങ്ങളാണ്. അപലപനീയം എന്നതിൻ്റെ മീനിങ് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും അപലപനീയമായ കാര്യങ്ങളാണ്. സോ കുറച്ചുകൂടിയൊക്കെ ഒന്നും ആത്മസമീപനം പാലിക്കുക. നിങ്ങളെപ്പോലെയുള്ള യുവാക്കളാണ് നാടിൻ്റെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ ജോർജ് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞവരറിയാനൊന്നും പോകുന്നില്ല, എന്നാലും നമ്മൾക്കൊന്ന് പറയാമല്ലോ. ഒന്ന് സൂക്ഷിക്കുക. വീണ ജോർജ് മാത്രമല്ല, എല്ലാ മന്ത്രിമാരും ഒന്ന് സൂക്ഷിക്കുക. കാരണം പല ആളുകളും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഭരണനേട്ടം ആണെന്ന് തോന്നുന്നു.